എല്ലാവർക്കും തിരുവനന്തപുരം നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയം വണ്ടർ ഫാക്ട്സിലേക്ക് സ്വാഗതം. പൊന്മാൻ, മീൻകൊത്തി എന്നീ വിവിധ പേരുകളിൽ അറിയപ്പെടുന്ന കിങ് ഫിഷറുകളെ കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. തെളിച്ചമേറിയതും വർണ്ണഭംഗി നിറഞ്ഞതുമായ തോലുകളാൽ മനോഹരമായി കാണപ്പെടുന്ന പൊന്മാൻ വിഭാഗത്തിൽ ചെറിയ പക്ഷികൾ മുതൽ ഇടത്തരം വലിപ്പമുള്ള പക്ഷികളെ വരെ നമുക്ക് കാണാനാകും. പൊന്മാനുകൾ കൊറാസിഫോംസ് എന്ന പക്ഷിഗണത്തിലെ ആൽസിഡിനിഡെ കുടുംബത്തിലെ അംഗങ്ങളാണ്. ലോകമെമ്പാടും കാണപ്പെടുന്ന ഈ പക്ഷികളിലെ കൂടുതൽ സ്പീഷീസും ഏഷ്യ, ആഫ്രിക്ക, വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക, ഓഷ്യാനിയ എന്നീ ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലും അപൂർവമായി യൂറോപ്യൻ രാജ്യങ്ങളിലും വിന്യസിക്കപ്പെട്ടിരിക്കുന്നു. 27 മില്യൺ വർഷങ്ങൾക്ക് മുൻപ് ഇൻഡോ മലയൻ പ്രദേശങ്ങളിൽ ഉത്ഭവിച്ച് പിന്നീട് ഓസ്ട്രേലിയൻ മണ്ഡലത്തിലേക്ക് ഇവ വ്യാപിച്ചതായി കരുതപ്പെടുന്നു. പൊന്മാൻ കുടുംബത്തിലെ പക്ഷികൾ 3 ഉപകുടുംബങ്ങളിലായി 114 സ്പീഷീസുകളിലായാണ് സാധാരണ കാണപ്പെടുന്നത്. ട്രീ കിങ്ഫിഷർ, റിവർ കിങ്ഫിഷർ, വാട്ടർ കിങ്ഫിഷർ എന്നിവയാണ് ഉപകുടുംബങ്ങൾ. വലിയ തലയും നീളമുള്ള കോർത്ത കൊക്കും ചെറിയ കാലുകളും നീളം കുറഞ്ഞ വാലും പൊന്മാനുകളുടെ പ്രത്യേകതയാണ്. ആൺപെൺ പക്ഷികൾക്കിടയിൽ ആകൃതിയിൽ ചെറിയ വ്യത്യാസം മാത്രമേ സാധാരണയായി കാണാറുള്ളൂ. പൊതുവിൽ പൊന്മാനുകൾ മീൻകൊത്തി എന്ന പേരിൽ അറിയപ്പെടാൻ കാരണം മത്സ്യങ്ങളെ ഇഷ്ടഭോജ്യമാക്കി ജലാശയങ്ങൾക്കരികിൽ വസിക്കുന്ന പക്ഷി എന്ന ധാരണയിൽ നിന്നാകാം. എന്നാൽ ചില സ്പീഷീസുകൾ ജല ആവാസ വ്യവസ്ഥ വിട്ട് മറ്റിടങ്ങളിൽ താമസിച്ച് ചെറുപ്രാണികളെ ആഹരിക്കുന്നുണ്ട്. ഈ പക്ഷികളുടെ കഴുത്തിലെ കരുത്തേറിയ പേശികൾ ഇര തേടുമ്പോൾ തലയുടെ സ്ഥാനസ്ഥിരത നിലനിർത്താൻ സഹായിക്കുന്നു. മറ്റ് ഇരപിടിയൻ പക്ഷികളെ പോലെ പൊന്മാനുകൾക്കും വലിയ കണ്ണുകളാണുള്ളത്. ശിഖരങ്ങളിലും മരക്കുറ്റികളിലും വളരെ നേരം കാത്തിരുന്ന് ജലത്തിലേക്ക് കൂപ്പുകുത്തി ഇര തേടുന്ന ശൈലി ഇവയുടെ പ്രത്യേകതയാണ്. പൊന്മാനുകളുടെ കൊക്കിൻ്റെ നിറത്തെ സംബന്ധിച്ച് രസകരമായ ഒരു വസ്തുതയുണ്ട്. ഇവയുടെ കൊക്കുകൾ നിരീക്ഷിച്ചാൽ അവ മീനുകളെയാണോ ഷഡ്പദങ്ങളെയാണോ ഭക്ഷിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയും. ഷഡ്പദങ്ങളെ ഭക്ഷിക്കുന്ന പൊന്മാനുകളുടെ കൊക്ക് ചുവന്ന നിറത്തിലും മത്സ്യങ്ങളെ ഭക്ഷിക്കുന്നവയുടെ കൊക്ക് കറുപ്പ് നിറത്തിലും കാണപ്പെടുന്നു. പൊന്മാനുകൾക്ക് ജലത്തിലെ പ്രകാശവിന്യാസത്തെ മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്. അതിനാൽ പരമാവധി വേഗതയിൽ കുതിച്ച് ജലത്തിലേക്ക് പ്രവേശിച്ച് ഇര പിടിക്കാൻ ഇവയ്ക്ക് സാധിക്കുന്നു. നിക്റ്റിറ്റേറ്റിംഗ് മെംബ്രെയിൻ എന്ന സുതാര്യമായ നേത്രസ്തരം അഥവാ ആവരണം ജലത്തിനടിയിൽ ഇവയുടെ കണ്ണുകൾക്ക് സംരക്ഷണം നൽകുന്നു. വെള്ളത്തിനടിയിലെ ഇരയുടെ നേർക്ക് കുതിക്കുന്ന വേളയിൽ പൊന്മാനുകളുടെ ചിറകുകൾ വിടർന്നിരിക്കും. ഇര പിടിച്ച ശേഷം കൊക്കുഭാഗം ഉയർത്തി ശിഖരത്തിലേക്ക് ഇവ തിരിച്ചു പറന്നെത്തുന്നു. ഇരയായി പിടിക്കുന്ന മത്സ്യത്തിന്റെ വാൽഭാഗം പിടിച്ചിരിക്കുന്ന പ്രതലത്തിൽ ശക്തമായി പല പ്രാവശ്യം പ്രഹരിച്ചാണ് കൊലപ്പെടുത്തുന്നത്. ഇരയെ കൊലപ്പെടുത്തിയതിനു ശേഷം തലഭാഗം ആദ്യം വിഴുങ്ങാനുള്ള പാകത്തിൽ ക്രമീകരിച്ച് ആഹരിക്കുകയാണ് ഇവയുടെ പതിവ്. മുള്ളുകൾ പോലുള്ള ദഹിക്കാത്ത കട്ടിയേറിയ ഭാഗങ്ങൾ പിന്നീട് വായിലൂടെ പുറന്തള്ളാറുണ്ട്. പൊന്മാനുകൾ സാധാരണയായി കൂടൊരുക്കുന്നത് ജലാശയങ്ങൾക്കരികിലുള്ള മൺവരമ്പുകളിൽ ചെറു തുരങ്കങ്ങൾ നിർമ്മിച്ചാണ്. അധിവസിക്കുന്ന പ്രവിശ്യയിൽ ആധിപത്യം ഉറപ്പിക്കുന്ന തരക്കാരും ജീവിതകാലം മുഴുവനും ഒരു ഇണയോടൊത്ത് കഴിയുന്നവരുമാണ് ഈ പക്ഷികൾ. ആൺപക്ഷിയും പെൺപക്ഷിയും ഒരുമിച്ചാണ് മുട്ടകൾക്ക് മേൽ അടയിരിക്കുന്നതും കുഞ്ഞുങ്ങൾക്ക് ആഹാരം നൽകുന്നതും. ഇര പിടിക്കാൻ കാത്തിരിക്കുമ്പോൾ പുഴവക്കത്തെ മരക്കുറ്റികൾക്കായി ഇവ പരസ്പരം മത്സരിക്കാറുണ്ട്. തിരുവനന്തപുരം നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയത്തിൽ 6 ഇനം പൊന്മാനുകളുടെ സ്പെസിമിനുകളാണ് പ്രദർശിപ്പിച്ചിരിക്കുന്നത്. Stork-billed kingfisher, white-throated kingfisher, black-capped kingfisher,
പൈഡ് കിങ്ഫിഷർ, ബ്ലൂ ഇയേർഡ് കിങ്ഫിഷർ, കോമൺ കിങ്ഫിഷർ എന്നിവയാണ് അവ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഈ വീഡിയോയുടെ അടുത്ത ഭാഗങ്ങൾക്കായി ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക.